സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് നമസ്കാരത്തിൽ നാം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച്. അതായത്, ജമാഅത്തായി നമസ്കരിക്കുന്ന വേളയിൽ മഅ്മൂമുകളായി നമസ്കരിക്കുന്ന പല ആളുകളും അവരുടെ പാരായണം, അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലൽ, ദുആകൾ ഉരുവിടൽ ഒക്കെ മറ്റുള്ളവർക്ക് കേൾക്കുന്ന ശബ്ദത്തിൽ ഉച്ചരിച്ചുകൊണ്ട് തൊട്ടടുത്ത് നമസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തെ ഫസാദാക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. എത്ര പറഞ്ഞിട്ടും പല ആളുകളും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നു മാത്രമല്ല, അങ്ങനെ അവർ പറയുന്നത് അവർക്ക് ഒരു ഖുശൂഅ് ലഭിക്കുവാനും മനസ്സാന്നിധ്യം കിട്ടുവാനും ഒരു തൃപ്തി ലഭിക്കുവാനുമൊക്കെ വേണ്ടിയാണ് എന്ന് അവർ ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു യാഥാർത്ഥ്യം. പ്രിയ സഹോദരങ്ങളെ, നമസ്കാരത്തിൽ നമ്മൾ വളരെ അച്ചടക്കം പാലിക്കേണ്ടവരാണ്. ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമ് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഫാത്തിഹയും ആ പാരായണത്തോടൊപ്പം നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാമ് സൂറത്തുകൾ ഓതുമ്പോൾ നമ്മൾ ഒരിക്കലും ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാതെ, നമുക്കറിവുള്ളതാണെങ്കിൽ പോലും നമ്മൾ പതുക്കെ പോലും ആ സൂറത്തുകൾ പാരായണം ചെയ്യരുത്. ഫാത്തിഹ മാത്രമാണ് മഅ്മൂം പാരായണം ചെയ്യേണ്ടത്. മറ്റു പാരായണങ്ങൾ ഇമാമ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് പറയാൻ കാരണം, ചില ആളുകളെങ്കിലും അവർക്ക് ഹിഫ്ളുള്ള ഏതാനും ആയത്തുകളാണ് ഇമാം ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുന്നതെങ്കിൽ കൂടെ ഓതുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് പാടില്ലാത്തതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതായി വരികയാണ്. അതേപോലെ തന്നെ പിന്നീട് ആ ഉറക്കെ ഓതുന്ന നമസ്കാരമല്ലാത്ത റക്അത്തുകളിലും നമസ്കാരങ്ങളിലുമൊക്കെ പലപ്പോഴും പല ആളുകളും ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ ഉറക്കെ പറയൽ സുന്നത്തായിട്ടുള്ളത് ഇമാമിന് മാത്രമാണ്. മറ്റുള്ളവർ അവരവരുടെ നഫ്സ് കേൾക്കുന്ന വിധത്തിൽ പതുക്കെയാണവർ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. ഇവിടെയും ചില ആളുകൾ കാണാം, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ അവരും പ്രത്യേകം അല്ലാഹു അക്ബർ എന്ന് അവരും ഉറക്കെ ചൊല്ലുന്നു. അതും പാടില്ലാത്ത കാര്യമാണ്. പിന്നീട് സൂറത്തുൽ ഫാത്തിഹയോ അതേപോലെ തന്നെ മറ്റു സൂറത്തുകളോ ഒക്കെ പാരായണം ചെയ്യുന്ന വേളയിലും മഅ്മൂമുകളായ പല ആളുകളും അവരുടെ പാരായണം പലപ്പോഴും മറ്റുള്ളവർക്കൊരു വസ്വാസ്, അതല്ലെങ്കിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന നിലക്ക് അവരുടെ ഭക്തിയെ അത് ഉലയ്ക്കുന്ന വിധത്തിലുള്ള രൂപത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കും. നാം ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന ഒരു തത്വമുണ്ട്. നിസ്കാരത്തിൽ നാം പതുക്കെ പാരായണം ചെയ്യേണ്ടുന്ന ദിക്റുകളാവട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, തസ്ബീഹുകളാവട്ടെ, ദുആകളാവട്ടെ, അതിൻ്റെ മര്യാദ നാം മിണ്ടാതെ നിൽക്കലല്ല. ചില ആളുകൾ അങ്ങനെയാണ്. അതായത് അവർ ചുണ്ടോ അവരുടെ താടിയോ ഒന്നും അനങ്ങുന്നത് കാണൂല, വായ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് അവർ പറയും അവർ ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്ത് ഓതുന്നുണ്ട്, ദിക്റ് ചൊല്ലുന്നുണ്ട് എന്ന്. ഇത് ശരിയാവില്ല. നാവ് കൊണ്ട് ഉച്ചരിക്കണം. മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. മിണ്ടാതെ നിൽക്കുക എന്ന് പറയുന്നത് അവരവരോടുള്ള ചിന്തക്കാണത് പറയുന്നത്. അത് ചിന്താതെ അതിനെക്കുറിച്ച് പറയുള്ളൂ. അത് ദിക്റ് ചൊല്ലിയെന്നോ അല്ലെങ്കിൽ പാരായണം ചെയ്തുവെന്നോ അതിനെക്കുറിച്ച് പറയില്ല. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന വേളയിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നാവുകൾ ചലിപ്പിക്കണം, നമ്മുടെ ചുണ്ടുകൾ ചലിപ്പിക്കണം. അത് തന്നെ എത്ര അവരവർ കേൾക്കുന്ന നിലക്ക് മാത്രം. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് ജഹ്റിൻ്റെ വകുപ്പിലാണ് പെടുക. ജഹ്റ് സിറ് എന്ന് പറഞ്ഞാൽ എന്താ? സിറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിക്റും ഖുർആനോത്തും ദുആകളും ഒക്കെ സിറായിട്ടാണ് നിസ്കരിക്കേണ്ടത്. സിറാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാരായണം ചെയ്യുക, അവരവർ കേൾക്കുന്ന വിധത്തിൽ നാവ് ചലിപ്പിച്ചുകൊണ്ട്, നാവും ചുണ്ടുമൊക്കെ ചലിപ്പിച്ചുകൊണ്ട് അവരവരെ കേൾപ്പിക്കുന്ന നിലക്ക് മാത്രം അത് നിർവഹിക്കുക. ഞാൻ ഫാത്തിഹയാവട്ടെ, അതല്ലെങ്കിൽ സൂറത്താവട്ടെ, അല്ലെങ്കിൽ റുക്കൂയിലും സുജൂദിലുമുള്ള തസ്ബീഹുകളാവട്ടെ, തശഹുദിൽ ചൊല്ലുന്ന ദുആകളാവട്ടെ, കൂടുതൽ ഒച്ചത്തിലാക്കിയിട്ട് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകളുടെ പാരായണത്തിനും അവരുടെ ദുആക്കും അവരുടെ ഖുശൂഇനും അവരുടെ ഏകാഗ്രമായ മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ
എനിക്ക് ഖുശൂഅ് കിട്ടണമെങ്കിൽ കുറച്ച് ഉറക്കെ പറയണമെന്ന ന്യായവും പറഞ്ഞിട്ട് അത് പറയാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്കൊരു വസ്വാസ് രോഗം തന്നെയാണിത്. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊരു തരം രോഗമാണ് വസ്വാസ് എന്ന് പറയുന്നത്. പറഞ്ഞിട്ടാണ് ശരിയാവുന്നില്ല. ചിലർ കണ്ടിട്ടില്ലേ, നിയ്യത്തിൻ്റെ വേളയിൽ പോലും കുറേ തവണ അവർ അറബിയിലും മലയാളത്തിലും ഒക്കെ പറയും. വാസ്തവത്തിൽ നിയ്യത്തുകൾ പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ സ്ഥാനം മനസ്സാണെന്ന് പല തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, ആവർത്തിക്കും. ഉദാഹരണം, ഇയ്യാക ഇയ്യാക എന്നിങ്ങനെ പിന്നെയും ഒരു 10 വട്ടമൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊരു തരം മനോരോഗമാണ്, വസ്വാസാണ്. അങ്ങനെ അതേപോലെ തന്നെ ഗൈരിൽ മഗ്ദൂബി മഗ്ദൂബി ഇങ്ങനെ, അതുപോലെ തന്നെ ഇയ്യാക നസ്തഈൻ ഇങ്ങനെ ഐൻ ഇങ്ങനെ ശരിയാക്കി, ഇതൊക്കെ ഒരു തരം വസ്വാസാണ്. ഒന്നും പാടില്ല. അവരവരെ കേൾപ്പിക്കുന്ന നിലക്ക് മാത്രം അത് ഒരു തവണ പറഞ്ഞു പോവുക, അതാണ് അതിൻ്റെ രീതി. അതേപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ റുക്കൂഴ് സുജൂദുകളിലേക്ക് പോകുമ്പോഴുള്ള ഓരോ ഘട്ടത്തിലും ഇങ്ങനെ കുറേ തക്ബീറുകളുണ്ടല്ലോ, അത് ഇമാം ഉറക്കെ പറയുമ്പോൾ മൗമൂമിങ്ങളായ ചില ആളുകളും കാണാം അല്ലാഹു അക്ബർ, അവരുടെ വകയായിട്ടൊരു സ്പെഷ്യൽ ഒന്ന് ഉച്ചത്തിൽ പറയുക. അവരവരുടെ നഫ്സ് കേൾക്കുന്ന വിധത്തിലാണ് പറയേണ്ടത്. അതിലപ്പുറം പറഞ്ഞുകൂടാ. അപ്പുറം പറയുമ്പോൾ അത് ജഹ്റാക്കലായി, അത് ഉറക്കയാക്കലായി. ഉറക്കയാക്കാൻ പാടില്ല എന്ന്. വലാ തജ്ഹർ ബി സ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല. നിന്റെ നിസ്കാരം കൊണ്ട് നീ എന്ത് ചെയ്യരുത്, ഉറക്കയാക്കരുത്. എന്നാൽ പിന്നെ നിന്നെപ്പോലും കേൾപ്പിക്കാത്ത നിലക്ക് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയും അരുത്. വബ്തഗി ബൈന ദാലിക സബീല, രണ്ടിൻ്റെ ഇടക്കുള്ളൊരു മാർഗമാണ് ശരിയായ സമീപനം. അപ്പം നമ്മൾ പാരായണം ചെയ്യുമ്പോഴും ദിക്റുകൾ ചൊല്ലുമ്പോഴും ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നാവ് അനക്കണം, ചുണ്ടു അനങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പുറത്തും ഇപ്പുറത്തുള്ളവനെ നമ്മുടെ പാരായണമോ നമ്മുടെ ദിക്റോ നമ്മുടെ ദുആയോ ഒന്നും കേൾപ്പിക്കരുത്. അത് അവൻ്റെ നമസ്കാരത്തെ വസ്വാസാക്കലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അലാ ഇന്ന കുല്ലക്കും മുനാജിൻ റബ്ബഹു. അറിയണേ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിലാണ്, ഒരു മുനാജാത്തിലാണ്, ഒരു രഹസ്യ ഭാഷണത്തിലാണ് നിങ്ങളുടെ നമസ്കാരത്തിൽ. അതുകൊണ്ട് ഫലാ യുദിയന്ന ബഅദുകും ബഅദാ, നിങ്ങളിൽ ഒരാളും നിങ്ങളിൽ ചിലർക്ക് ശല്യമുണ്ടാക്കരുത്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് ഈ ശല്യക്കാരായ ആളുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ശല്യം ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ചില ആളുകൾ പറയും, ഞാൻ പാരായണം ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവൻ്റെ ചുണ്ടോ താടിയോ ഒന്നും അനങ്ങൂല, ഒരു നൃത്തം അങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ മൗനം പാലിച്ച്. ഇത് പാരായണം എന്ന് പറയൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവിടുന്ന് ദിക്ർ ചൊല്ലുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പതുക്കയോതുന്ന നമസ്കാരങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എപ്രകാരമായിരുന്നു എന്ന് സ്വഹാബത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അന്ന സ്വഹാബത്ത റളിയല്ലാഹു അൻഹും കാനൂ യഅരിഫൂന അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിൽ ളുഹ്രി വൽ അസ്രി ബിദ്തിറാബി ലിഹ്യതിഹി. കണ്ടോ, ഞങ്ങൾ ളുഹറിലും അസറിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം മനസ്സിലാക്കിയിരുന്നത് എപ്രകാരമായിരുന്നു, ബിൽതിറാബി ലിഹ്യതിഹി. കാരണം അത് ഉറക്കോതാത്ത നിസ്കാരങ്ങളാണല്ലോ. ഞങ്ങൾ ബാക്കിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കിയത്, നബി ഇപ്പോൾ പാരായണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിരുന്നത്, ഓത്ത് കേട്ടിട്ടല്ല, കാരണം ഉറക്കെ പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ, ബിൽതിറാബി ലിഹ്യതിഹി, നബിൻ്റെ താടി ബാക്കിൽ നിന്ന് നല്ല സമൃദ്ധമായ താടിയായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കണവർക്ക് നബിൻ്റെ താടി ഇങ്ങനെ ഇളകണത് ബാക്കിലുള്ളവർ ഞങ്ങൾ കണ്ടിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ മിണ്ടാതെ അങ്ങനെ, എനിക്ക് ഭക്തി ഇങ്ങനെയാണ്, ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ടൊന്നും അനങ്ങാതെ അങ്ങനെ നിൽക്കുക. നിസ്കാരം കയ്യോളം ചില ആൾക്കാർ ഈ നിർത്താണ്. ഇതിനെന്താ പറയുക, ഇത് ചിന്താനാത് പറയാം, ഇതിന് പാരായണം എന്ന് പറയില്ല, ഇത് മനോഗതം, ആത്മഗതം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ. അത് പറ്റില്ല, അങ്ങനെ പാടില്ല. മറിച്ചെന്ത് ചെയ്യണം, ഉച്ചരിക്കണം. നാവും ചുണ്ടുമൊക്കെ പങ്കെടുത്ത് ഉച്ചരിച്ച് അവരവർ കേൾക്കുന്ന വിധത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. അതാണ് ആ വിഷയത്തിൽ. പിന്നെ തശഹുദിലും തക്ബീറുകളുടെ കാര്യത്തിലും ഒക്കെ ചെയ്യേണ്ടതാണ്. ശല്യം അടുത്തുള്ളവർക്കാ, മറ്റുള്ളവർക്കാണ് ഇതുകൊണ്ടൊക്കെ ശല്യം ഉണ്ടാവുക. അവൻ പറയുന്നത് എന്താണ്, ഞാൻ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ, എനിക്കൊരു ഖുശൂഅ്, ഒരു ഭക്തി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് കൃത്യമായിട്ടത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അത് അവൻ്റെ മാത്രം തോന്നലാണ്.
അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ ഇത് കാരണമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ട അവൻ്റെ അടുത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സഫ് മാറിപ്പോകുന്ന അല്ലെങ്കിൽ അണി മാറിപ്പോകുന്ന അവസ്ഥ വരെ ഇന്ന് പല മസ്ജിദുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് വളരെ പ്രാധാന്യപൂർവ്വം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ചികിത്സ ആവശ്യമുള്ള ഒരു തരം രോഗമാണ് എന്നാണ്. ഇപ്പോൾ മുഹമ്മദ് സ്വാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇതൊരു മുആലജത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം അത് സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ്? ചില ആളുകൾക്ക് ഹുശൂഴ് കിട്ടണമെങ്കിൽ നിസ്കാരം തീരുവോളം കണ്ണ് ചിമ്മിയാലേ ഹുശൂഴ് കിട്ടുള്ളൂ. ഒരു തക്ബീറത്തുൽ ഇഹ്റാമാണ് ചൊല്ലിക്കഴിഞ്ഞ് സലാം കിട്ടോളം പിന്നെ കണ്ണടച്ചു നിൽക്കും. അവരുടെ ന്യായീകരണം എന്താണ്? അതാണ് ഏറ്റവും ഖുശൂഇന് നല്ലത് എന്ന്. അദ്ദേഹം പറയണ്, ഇത് ചികിത്സിക്കേണ്ട അസുഖമാണ്, ഇതൊക്കെ മനുഷ്യൻ മാറ്റിയെടുക്കണം. കണ്ണ് തുറന്ന് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് എല്ലാ സമയങ്ങളിലും നോക്കുകയും തശഹുദിൻ്റെ സ്ഥാനത്ത് ചൂണ്ടിയ വിരലിലേക്ക് നോക്കുകയും ചെയ്തുകൊണ്ടാണ് നിസ്കാരത്തിൽ അവൻ ഖുശൂഅ് പ്രകടിപ്പിക്കേണ്ടത്. അതല്ലാതെ കണ്ണ് ചിമ്മിയാലാണ് തനിക്ക് ഖുശൂഅ് കിട്ടുക എന്നുള്ളത് പിശാച് മനുഷ്യൻ്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന കേവലം ചില തോന്നിപ്പിക്കലുകളും വസ്വാസകളുമാണ്. അതിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുള്ള അദ്ദേഹം ഫിഖ്ഹ് കൈകാര്യം ചെയ്തിട്ടുള്ള ഫിഖ്ഹിൻ്റെ ഗ്രന്ഥത്തിലൊക്കെ. അപ്പോൾ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും ഈ മേഖലയിൽ ചില ആളുകൾക്ക് തീരല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിണ്ടാറ് നിൽക്കണമാതിരി നാവൊന്നും ചലിപ്പിക്കാതെ ഫുള്ള്. വേറെ ചിലർ കുറച്ച് ഉറക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് വസ്വാസം ഉണ്ടാക്കുക. ഇത് രണ്ടിൻ്റെ ഇടയിലാണ്. നാവും ചൂണ്ടൊക്കെ ചലിക്കണം, അവരവരെ മാത്രം കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കരുത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? കൃത്യമായി തന്നെ ആ വിഷയത്തിൽ തൻ്റേതായ പ്രശ്നം കൊണ്ട് മറ്റൊരാൾക്കൊരു ശല്യം ഉണ്ടാകരുത് എന്ന ബോധവും ഉണ്ടാകണം. അങ്ങനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഈ കൃത്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ഖുശൂഅ് നിലനിൽക്കുന്ന വിധത്തിലുള്ള നിസ്കാരം, റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി പരിഗണിക്കപ്പെടുന്ന വിധത്തിലുള്ള നിസ്കാരം നിർവഹിക്കുവാനുള്ള സൗഭാഗ്യം നൽകി എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.